അതെ, നിങ്ങൾക്ക് കല്യാണപ്രായമായിന്ന് വല്ല വിചാരമുണ്ടോ? വയസ്സ് 10-25 ഓതാമ്പ്രാട്ടി അടിയാൻ. തമാശ പറഞ്ഞതല്ല. നിന്റെ അമ്മാവൻ എന്ന് വിളിച്ചാലും നിന്റെ കല്യാണക്കാര്യം പറയാൻ മാത്രമേ സമയമുള്ളൂ. നിന്നെ ഒന്ന് കെട്ടിച്ചു വിട്ടിട്ടുണ്ടോ മനസ്സമാധാനമായിട്ടൊന്ന് മരിക്കാൻ? എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് അത്ര നിർബന്ധമാണ്. എനിക്ക് ഫയൽ കപ്പിത്താ. എനിക്ക് ഫയലില്ലാതെ ഓഫീസിൽ കയറാൻ പറ്റില്ല. ഓനക്കാര്യം പറയുമ്പോൾ അവിടെ ചേനക്കാര്യം മാറിക്കങ്ങോട്ട്. മോളെ, ഇന്നലെ ആ രമണി വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കല്യാണാലോചനയായിട്ടാണ് വന്നത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. മോക്ക് ചേരും. ഇതല്ലേ നോക്കണം, നോക്കണം. അതെ, മോക്ക് ചേരും. നല്ല ആലോചന അമ്മ നോക്കിയിട്ട് എൻ്റെ പൊന്നുമോളല്ലേ സമ്മതിക്ക്. എന്റെ പൊന്നമ്മേ, ഞാൻ എന്തായാലും 2-3 കൊല്ലത്തേക്ക് എന്തായാലും കെട്ടാൻ പോകുന്നില്ല. അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണ്. അച്ഛനോട് വെച്ചിട്ട് അമ്മയും കെട്ടിക്കോ. എനിക്കത് വരുമതില്ല. ഞാൻ എന്തായാലും ഓഫീസിൽ പോട്ടെ. ഞാൻ ലേറ്റ് ആയി. ബൈ ബൈ. തലതെറിച്ച് നീ വൈകിട്ട് വീട്ടിലേക്ക് വാ, കാണിച്ചു തരാം ഞാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൃഷി നോപ്പാ? അവൾ ഇന്നലെ ഓഫായിരുന്നില്ലേ? അവളും ഹസ്ബൻഡും തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അവള് ജോലിക്ക് വരുന്നത് ആൾക്ക് ഇഷ്ടമല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ. അല്ല, പിന്നിപ്പോ അവിടെ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചേ? സത്യം അതന്നെ ഞാൻ ആലോചിച്ചത്. അല്ല, നിന്റെ കല്യാണാലോചന ഇവിടെ എത്തി? നല്ല തകൃതിയെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വലിയ മൈൻഡില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങ് പെട്ടെന്ന് നടത്താം. ഇതിപ്പോ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമല്ലോ. ചന്ദ്രേട്ട അവള് വരുന്നുണ്ട്. ഞാൻ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ നാളെ വിളിക്കാം. ശരി ശരി. എന്താണ് കാര്യമായ പരദൂഷണം പറിച്ചിലാണല്ലോ. അച്ഛനും നേരത്തെ വന്നോ? നീ എന്നെ നേരത്തെ ബസ് നേരത്തെ കിട്ടി. വിശക്കുന്ന വല്ലതും തരുമോ? അതൊക്കെ തരാം. ഇടി ചന്ദ്രേട്ടനെ ഇപ്പൊ വിളിച്ചേ. ആളുടെ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നല്ല ഇറുക്കൻ, ഗൾഫിൽ, ഒറ്റ മോൻ, ഒന്നും നോക്കാനില്ല. നമുക്കതങ്ങ് നടത്തിയാലും. നീ നാളെ ലീവ് എടുക്കുകയും ചെറുക്കനോട് കാണാൻ. ശരി എങ്കിൽ ഞാൻ പോട്ടെ. നീ ഞാൻ പറയണ കേട്ടിട്ട് പോ. നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഞാനീ പറയുന്നത്. അപ്പൊ എന്റെ ജോലിയോ? അതൊന്നും വേണ്ടെന്ന് നോക്കണം. അതിപ്പോ അവിടെ പോയിട്ടാണെങ്കിലും ജോലി നോക്കാമല്ലോ. അല്ലെങ്കിൽ പെൺപിള്ളേരായാലേ ആദ്യം കുടുംബം ഉണ്ടാക്കാനാ നോക്കണ്ടേ, ജോലിയല്ല. അമ്മേ, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൽ സീരിയൽ കാണുന്ന നേരം വല്ലപ്പോഴും ആ ന്യൂസ് ഒക്കെ എടുത്ത് നോക്കട്ടോ. കഴിഞ്ഞ ആഴ്ചയല്ലേ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതൊരു കുട്ടി ആത്മഹത്യ ചെയ്തേ? അതും ഗൾഫില്. അത് എല്ലായിടത്തും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒന്ന് ഇവിടെ ഇരുന്നേ. അതെ, ഞാനിപ്പോ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കാം. കല്യാണം ചെലവും വിരുന്നും എല്ലാം കൂടെ നല്ലൊരു പൈസ കയ്യിൽ നിന്ന് കിട്ടും. ഈ വീടിന്റെ ലോണും കാറിന്റെ EMI ഒക്കെ നിൽക്കുമ്പോൾ ഞാൻ അത്രയും പൈസ പൊട്ടിച്ചിട്ട് കെട്ടിപ്പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിൽ നിന്നുണ്ടേ ഞാനിങ്ങനെ ഇറങ്ങിപ്പോരും. നോക്കണ്ട, ഞാൻ ഇറങ്ങി വരും. അപ്പൊ കാശൊക്കെ വെറുതെ ആയില്ലേ? അപ്പൊ ആ പൈസ ഒക്കെ വെറുതെ ആയില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ വീടിന്റെ EMI കാറിന്റെ ലോണും ഒക്കെ അടയ്ക്കാം. പിന്നെ ഞാൻ എന്റെ സ്വന്തം കാലം നിന്നിട്ട് എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയാൽ ഒരു 3-4 കൊല്ലത്തിനും കേട്ടാ. 4 വർഷമോ? എനിക്ക് പല്ല് വരുമ്പോണ്ടേ ചെറുക്കനെ കിട്ടത്തൊന്നുമില്ല. അമ്മ, ഐ എം വെരി കോൺഫിഡന്റ് ഇൻ മൈസെൽഫ്. പിന്നെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ രാഹുലിനെ കിട്ടാം. അവൻ എന്തായാലും സ്വന്തമായിട്ട് പെണ്ണൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതാണ് മോക്കടെ മനസ്സിലിരുമ്പ്. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ച് സംസാരിക്കാം. അവന്റെ വീട്ടില് കയറിപ്പോയേ. അതൊരുപ്പോ നീ ഇവിടെ നിന്ന് പോകത്തുള്ളൂ ഇങ്ങനെ പോയാ. ഇങ്ങനൊരു തള്ള.